സമരം വിജയിച്ച് അവസാനിക്കൂ. ഗുലാബ് സിന്ദാബാദ്, ഗുലാബ് സിന്ദാബാദ്. അനുവദിക്കില്ല, അനുവദിക്കില്ല. ഗോഡൗൺ മാറ്റാൻ അനുവദിക്കില്ല, മാറ്റാൻ അനുവദിക്കില്ല. സമരം ജീവിത സമരം, സമരം ജീവിത സമരം. എന്നെ സംബന്ധിച്ചോളം ഞാൻ റിപ്പോർട്ടിംഗ് ഓഫീസറാണ്. തീരുമാനം എടുക്കേണ്ടത് അവിടുന്നാണ്. നമ്മൾ എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഞങ്ങൾ അവിടെ കണ്ട കാര്യമാണ്. നമ്മുടെ വളരെ വിശാലമായ ലോകം, വിശാലമായ സൗകര്യം ഇതാണ്. അല്ലാതെ ഇവിടെ തൊഴിലാളികൾ അല്ല, ഇവിടെ 100 തൊഴിലാളി കുടുംബങ്ങളുണ്ടെന്നോ 50 തൊഴിലാളി ഉണ്ടെന്നോ 50 ഡ്രൈവർമാരുണ്ടെന്നോ അവരുടെ കുടുംബക്കാർ 500 പേരുണ്ടെന്നോ അവരുടെ കൂടി ഉപജീവനമാണ് ഇതെന്നോ ഇത് മാറ്റിയാൽ അവർക്ക് ദോഷം ഉണ്ടാകുമെന്നോ അത് സമരാധികമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടെന്നോ എന്ന വിഷയം നിങ്ങൾ ഇതുവരെ നിങ്ങൾ രേഖാപരാക്കിയിട്ടില്ല. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോണ എന്താ? തോംസന്റെ വലിപ്പമാണ്, തോംസന്റെ സൗകര്യങ്ങളും തോംസന്റെ വലിപ്പത്തെ കുറിച്ചാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത് സാറിനോട് വ്യക്തിപരമായിട്ട് ഇതുവരെ ഞങ്ങൾക്ക് വിഷയം ഉണ്ടായില്ല. പക്ഷെ സാറ് ഇങ്ങനെ പറയുമ്പോ സാറ് തോംസന്റെ കസ്റ്റഡിയിലാണ്, അയാളുടെ കഷ്ടത്തിലെ സഞ്ചിയാണ് എന്ന് തോന്നുന്ന വിധത്തിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അദാലത്ത് നടക്കുന്ന സമയത്ത് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകളുള്ള സമയത്ത് നമ്മുടെ യൂണിയന്റെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൂടിയ UP ജോസഫ് ഏട്ടൻ ഈ കാര്യത്തിന് മുൻകൈ എടുത്തുകൊണ്ട് കാര്യം മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പൊ മിനിസ്റ്റർ നിങ്ങൾ എന്ത് ആശങ്കപ്പെടണം? നേരത്തെ പറഞ്ഞ കാര്യമാണ് നമ്മളോട്, നിങ്ങൾ ആശങ്കപ്പെടേണ്ട, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ആശങ്ക എന്താണ് എന്ന് മിനിസ്റ്റർ ബോധ്യപ്പെടുത്തി. കാരണം അവിടെ ഈ കാര്യങ്ങൾ ദ്രുതഗതിയിൽ നടക്കാണ്, അവിടെ വരാനാവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കാണ്. അങ്ങനെയെങ്കിൽ അതായത് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് മിനിസ്റ്റർ നമ്മുടെ CITU ഭാരവാഹിയോട് പറയുകയും അപ്പം തന്നെ ലെറ്റർ ഹെഡിൽ നമ്മൾ പരാതി എഴുതി കൊടുക്കുകയും മിനിസ്റ്റർ ആ കാര്യത്തിനകത്ത് ഒരു തീർപ്പ് അവിടെ അഭിമാനപൂർവ്വം ആവേശകരമായി ഒരു തീർപ്പ് അവിടെ എടുക്കുന്ന സ്ഥിതിയുണ്ടായി. ഈ ഗോഡവൻ ഇനി കൊമ്പിടിഞ്ഞാമാക്കലിലേക്ക് ആ ഗോഡവൻ കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും ബിവറേജസ് കോർപ്പറേഷന്റെ ആളുകൾ നിർത്തിവെക്കണം എന്ന തീരുമാനം പ്രിയപ്പെട്ടവരെ നമ്മുടെ മിനിസ്റ്റർ എടുത്തു, നമ്മുടെ യൂണിയന്റെ ഇടപെടലിന്റെ ഭാഗമായി എടുത്തു. അഭിമാനപൂർവ്വം നമുക്ക് ഈ കാര്യം നമുക്ക് പറയാൻ വേണ്ടി കഴിയണം, വിശദീകരിക്കാൻ വേണ്ടി കഴിയണം. എല്ലാവർക്കും നല്ല നമസ്കാരം. ഒടുവിൽ തൊഴിലാളികളുടെ നിശ്ചയദാർഢ്യത്തിനും അവരുടെ പോരാട്ടത്തിനും അവരുടെ നിലവിളികൾക്ക് മുന്നിൽ, അവരുടെ ഒരുമിച്ച് ചേർന്നുള്ള പോരാട്ടത്തിന് മുന്നിൽ ഏത് സംഘടിത ശക്തിയും തോറ്റുപോകുമെന്നുള്ള ഒരു ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. എൻ്റെ ഈ പറയി കാണുന്നത് ചാലക്കുടി ബെവറേജ് കോർപ്പറേഷൻ്റെ വെയർഹൗസാണ്. ഈ വെയർഹൗസിൽ ഇനിയും സൂക്ഷിക്കാനുള്ള സംഭരിക്കാനായിട്ടുള്ള സ്ഥലം കിടക്കെ കൊമ്പിടിഞ്ഞാമാക്കലുള്ള സ്വകാര്യ വ്യക്തിയുടെ പ്രദേശത്തേക്ക് ഗോഡൗൺ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ തൊഴിലാളികൾ വലിയ ആശങ്കയിലായിരുന്നു. കൊമ്പിടിഞ്ഞാമാക്കലുള്ള ഗോഡൗണുമായി ബന്ധപ്പെട്ടുള്ള പണികൾ നടക്കുന്നു. ഇതിനിടയിൽ തൊഴിലാളികളുടെ വലിയ സമരങ്ങൾ. പക്ഷേ ഈ സമരങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ഇത് മാറ്റാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതായിരുന്നു തൊഴിലാളികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഇവിടെ മുൻവശത്ത് ഓടുന്ന ഡ്രൈവർമാർക്കുമൊക്കെ പണി നഷ്ടപ്പെട്ട് അവരുടെ വേതന നഷ്ടപ്പെട്ട് അവരെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തൊഴിലാളികൾ സംഘടിച്ചു നിന്നു, അവർ സംഘടിതരായി നിന്ന് പോരാടി. ഇപ്പോൾ ഒരു പുതിയ ഉത്തരവ് വന്നിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ പറയുന്ന ബേവറേജ് കോർപ്പറേഷൻ്റെ ഈ വെയർഹൗസ് ഇവിടെ നിന്നും കൊമ്പിടിഞ്ഞാമാക്കലിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ ഗോഡൗണിലേക്കോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്കോ മാറ്റുകയില്ല എന്നുള്ള ഒരു ഉത്തരവ് ഗവൺമെൻറ് തലത്തിൽ വന്നിരിക്കുകയാണ്. തൊഴിലാളികൾ വലിയ ആഹ്ലാദത്തിലാണ്. ആഹ്ലാദ പ്രകടനമൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ആലോചനയിലാണ്. എന്തു തന്നെയായാലും തൊഴിലാളികളുടെ സംഘടിതമായ പോരാട്ടത്തിന് മുന്നിൽ തീർച്ചയായിട്ടും എത്ര വലിയ ശക്തികളാണെങ്കിലും തോറ്റുപോകും. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കുന്ന പോരാട്ടങ്ങൾക്ക് മുന്നിൽ എങ്ങനെയൊക്കെ ആരൊക്കെ വന്നാലും ആ ശക്തികളെല്ലാം തന്നെ അമ്പേ പരാജയപ്പെടും എന്നുള്ള ഒരു ചരിത്രം ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ്. ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ട അല്ലെങ്കിൽ അതിനുവേണ്ടി നിന്ന എല്ലാ തൊഴിലാളി നേതാക്കന്മാർക്കും അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങൾക്കും വലിയ ആശങ്കയിലായിരുന്നു ഇവിടുത്തെ തൊഴിലാളികൾ. കാരണം ഈ തൊഴിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പലരുടെയും കുടുംബങ്ങൾ വറചട്ടിയിലേക്ക് എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പലരും മറ്റ് ജോലികൾ അന്വേഷിച്ച് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ വന്നിരിക്കുന്നത്. ഇതിനുവേണ്ടി ശക്തമായി പോരാടിയ എല്ലാ തൊഴിലാളി നേതാക്കൾക്കും അഭിവാദനങ്ങൾ. തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്നും സംരക്ഷിക്കപ്പെടട്ടെ. ഇവിടുന്ന് അർദ്ധസത്യങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിച്ച് ആദ്യഘട്ടത്തിൽ ഗോഡൗവിൻ്റെ സ്ഥലപരിമിതിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി, പിന്നെ വലിയ വെള്ളപ്പൊക്ക സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി, പിന്നെ വലിയ വാടകയാണ് എന്ന രീതിയിൽ ആളുകളെ ബോധ്യപ്പെടുത്തി, പലവിധ കാര്യങ്ങളും അർദ്ധസത്യങ്ങളും അസത്യങ്ങളും പറഞ്ഞ് ഇതിനെ സ്വകാര്യ വ്യക്തിയുടെ ഗോഡൗണിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ തരത്തിലുള്ള ഇടപാടുകളും സമീപനങ്ങളും ഒരു പറ്റം ഉദ്യോഗസ്ഥർ, ഏതെങ്കിലും ഒരാൾ എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല, ഒരു പറ്റം ഉദ്യോഗസ്ഥർ അതിൻ്റെ പിറകിൽ നിൽക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരത്തിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം നമ്മുടെ ഈ ഗോഡൗൺ മാറ്റുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു.
എളമരം കരീം, രാമകൃഷ്ണൻ, ടി പി രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ പ്രസംഗത്തിനകത്ത് പറഞ്ഞ് പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ കൂടി കാര്യമായിരുന്നു. നമ്മുടെ സംസ്ഥാന നേതൃത്വം ഈ കാര്യത്തിനകത്ത് ശ്രദ്ധേയമായ ഇടപെടൽ നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മിനിസ്റ്റർ നമ്മളോട് പറഞ്ഞത്, നമ്മുടെ ഭാരവാഹികളോട് പറഞ്ഞത്, യൂണിയനോട് പറഞ്ഞത് ഈ കാര്യത്തിനകത്ത് ആശങ്ക വേണ്ട, ഇതങ്ങനെ മാറ്റുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും മറ്റൊരിടത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ ഇത് കൊണ്ടുവരാൻ ആവശ്യമായ പണികൾ ദ്രുതഗതിയിൽ നടക്കുമ്പോൾ വലിയ ആശങ്കയും കാര്യങ്ങളും നമുക്കകത്ത് ഉണ്ടായിരുന്നു. ഈ ഉറപ്പുണ്ടെങ്കിലും നമ്മൾ വലിയ ഭീതിയിലായിരുന്നു, അതിൻ്റെ ഓട്ടത്തിലായിരുന്നു നമ്മൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇപ്പോൾ തോമസ് ചേട്ടൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് 2 തവണ തിരുവനന്തപുരത്ത് പോയി മിനിസ്റ്ററെ കാണാൻ, നമ്മുടെ യൂണിയൻ്റെ ഭാരവാഹികളെ കാണാൻ വേണ്ടി ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഏരിയ സെക്രട്ടറി ഞാനൊരു വട്ടം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരം പോയി മിനിസ്റ്ററെ കാണാൻ, മിനിസ്റ്റർ PS-നെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ബന്ധപ്പെട്ട ആളുകളൊക്കെ ഫോണിൽ വിളിക്കാൻ, നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ നേരിട്ട് പോയി കാണാൻ ആവശ്യമായ നിലപാട് തോമസ് ചേട്ടൻ ഉൾപ്പെടെ ആ കാര്യത്തിനകത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് നമുക്ക് സാധ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഒരു തൊഴിലാളി പ്രശ്നം എന്ന നിലയ്ക്ക് ഒത്തൊരുമിച്ച് നിന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി ആണ് CITU ഈ കാര്യത്തിനകത്ത് സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത്. പക്ഷേ ഈ സമരത്തെ നമ്മൾ കൊണ്ടുപോകുന്ന ഈ പ്രക്ഷോഭത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ മുദ്രാവാക്യത്തെ അപായപ്പെടുത്താൻ, ഇതിനെ അപകീർത്തിപ്പെടുത്താൻ അർദ്ധസത്യങ്ങൾ വിളമ്പുന്ന ഒരു പറ്റം ആളുകളായി സമൂഹത്തിനകത്ത് നമ്മുടെ തൊഴിൽ മേഖലയ്ക്കകത്ത് ചില ആളുകൾ മാറി. ഞാനത് വിശദീകരിച്ചു പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ, അതിൻ്റെ ഗൗരവം കുറയ്ക്കാൻ, ഇത് മറ്റൊരു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്ന സ്ഥിതിയും ഇതിനിടയിലുണ്ടായി എന്നത് കാണാൻ വേണ്ടി കഴിയും. നമുക്ക് അഭിമാനപൂർവ്വം CITU എന്ന് പറയുന്ന ചെങ്കൂടി പിടിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി പറയാൻ കഴിയും, ഈ ഗോഡൗൺ മാറ്റാതിരിക്കാൻ വേണ്ടി A to Z വരെയുള്ള കാര്യങ്ങൾ 100% ഇതിന്റെ പിറകിൽ നിന്ന് പ്രവർത്തിച്ചത്, ഇത് മാറ്റാതിരിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചത് CITU പ്രസ്ഥാനമാണ്, ചെങ്കൊടി പ്രസ്ഥാനമാണെന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ വേണ്ടി കഴിയും. നമ്മളിതിവിടെ യോഗം കൂടി പറയൽ മാത്രമല്ല, നമ്മൾ ജനങ്ങളോട് പറയാൻ വേണ്ടി കഴിയും. നമ്മളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി, ഇതിന്റെ പുറകിൽ ആദ്യാവസാനം നിന്ന് നമ്മളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി, കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ചില ആളുകളും ഇതിനിടയിലുണ്ട്. അവരെ കൂടി ബോധ്യപ്പെടുന്ന തരത്തിൽ സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രകടനം നടത്തി ഈ കാര്യം ജനങ്ങളോട് വിളിച്ചു പറയാനും കൂടി നമുക്ക് കഴിയണം. പിന്നീട് ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ രീതിയിൽ അവർ പിടിമുറുക്കി പോകുന്ന കാഴ്ചകളാണ് കണ്ടത്. അപ്പോൾ എൻ്റെ നടത്തൽ ഞങ്ങളല്ലാത്ത രീതിയിലൊക്കെ തന്നെ തിരുവനന്തപുരത്ത് തലവട്ടം പോവുകയും, തിരുവനന്തപുരത്ത് CITയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് TP രാമചന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിനെ കണ്ടപ്പോഴാണ് നമുക്ക് കുറേ കൂടി ഒരു ധൈര്യം അന്ന് തോന്നിയിരുന്നു. കാരണം ഞങ്ങളെ മുന്നിലിരുത്തിക്കൊണ്ടാണ് ഞാനും ഗുഡ്സിൻ്റെ സെക്രട്ടറി, അതായത് ഇവിടുത്തെ ഗുഡ്സിൻ്റെ സെക്രട്ടറി, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സിദ്ദിഖ് ആണ് TP രാമകൃഷ്ണൻ കാണുന്നത്. അദ്ദേഹം അപ്പോൾ അതിൻ്റെ 10 ദിവസം മുന്നേ, ഒരാഴ്ച മുന്നാണ് നമ്മൾ പോയിട്ട് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ശശീന്ദ്രൻ നായർക്ക് പരാതി കൊടുത്താറുണ്ട്, ഡിമാൻഡ് കൊടുത്തിരുന്നു. അപ്പോൾ അത് TPയോട് പറഞ്ഞ വഴി TP അയാളെ ഫോണെടുത്ത് വിളിച്ചിട്ട്, ഇത് സർക്കാരിൻ്റെ വിരുദ്ധ നിലപാടാണല്ലോ ചെയ്യണത്, സർക്കാർ ഇങ്ങനെ ഇത് ചെയ്യാനായിട്ട് സർക്കാർ അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് അങ്ങേരോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു അത് വെക്കോടെ ലാഭം നോക്കിയിട്ടാണ് എന്നുള്ള രീതിയിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ TPയുടെ സ്വരം കനത്തുനിന്ന് കണ്ടപ്പോൾ ആൾ പറഞ്ഞ എന്തായാലും ഇവിടുത്തെ തൊഴിലാളിനെ വിഷമിക്കില്ല, അവരുടെയും കൂടി അഭിപ്രായം ചോദിച്ചിട്ട് ഏത് തീരുമാനം നമ്മൾ എടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു വട്ടം ആ രീതിയിൽ പറഞ്ഞു. ഒന്ന് ഇവിടുത്തെ വെക്കോടെ മാനേജർ എന്ന് പറഞ്ഞാൽ അയാളൊരു എന്താ പറയുക, ഒരു ആണുള്ള പെണ്ണുമില്ലാത്ത ഒരാളാണ്, അയാൾക്കൊരു സ്റ്റാൻഡില്ലാത്ത ആളാണ്. അപ്പോൾ അയാളോട് ഇത് പറഞ്ഞിട്ട് കാശ് കുറച്ച് കൊടുത്തിട്ട് വല്ല കാര്യം, ഇതൊക്കെ മോളിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ്, നമ്മൾ അതിന് വേണ്ടി നമ്മൾ സമരം ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ നീട്ടിക്കൊണ്ടുള്ള നമ്മൾ ഈ 1 വർഷം നീണ്ട പോരാട്ടം CITU എന്നുള്ള നിലയിലാണ് നമ്മൾ നടത്തിയത്. ഒരു തൊഴിലാളിയുടെ ജീവിതമെന്ന് പറയുന്നത് കേവലം ഒരു ജീവനോപാധി മാത്രമല്ല, ജീവിതം മുഴുവൻ ഏറ്റെടുക്കുന്ന വലിയ സമരമാണ് ഒരു തൊഴിലാളിയുടെ ജീവിതം. ഇവിടെയും തൊഴിലാളികൾ സമരം ചെയ്തു. തങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സാഹചര്യം വന്നപ്പോൾ അവർ മുഷ്ടികൾ ഉയർത്തി ഇൻകുലാബ് വിളിച്ചു. ഇനി ചാലക്കുടിയിലെ ബീവറേജ് കോർപ്പറേഷൻ്റെ വെയർഹൗസിന് മുന്നിൽ പൂട്ടുവീഴില്ല. ഈ തൊഴിലാളികളുടെ പോരാട്ടത്തിന് മുന്നിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തൊഴിലാളിയുടെ അവകാശങ്ങൾ എന്നും സംരക്ഷിക്കപ്പെടട്ടെ. തൊഴിലാളി ഐക്യം സിന്ദാബാദ്.